Hello, dear students. Today I am going to teach you a new poem, Goodbye Party for Miss Pushpa T.S. by Nizim Ezekiel. First of all, I am going to familiarize the author. After that, we will go through the poem. Okay, let's start the introduction. Nizim Ezekiel, 1924 to 2004, a major Indian writer in English, was born in Mumbai on 14th December 1924. A Jew by descent, he received his education at Wilson College, Mumbai and Berber College, London. He was a visiting professor at the University of Leeds in 1964. His first collection of poems, The Bad Day, was published in 1952. Besides many volumes of poetry, he has penned a few plays, short stories, articles, and reviews. He was a victim of Alzheimer's disease towards the end of his life. Ezekiel died on 9th January 2004. Nizim Ezekiel anchored his poetic career in modernist poetry adorned in pidgin English. He wrote his poems in a cool, satiristic style. He received Sahitya Akademi Award in 1983 for his book Later Days Poems. He was also honored with Padma Shri in 1988. Okay, let's explain. Nizim Ezekiel 1924. Nizim Ezekiel born in 1924 and died in 2004. A major Indian writer in English, was born in Mumbai. He was a major Indian writer in English born in Mumbai. Okay, a Jewish descent. ജൂ വംശ പരമ്പരയിൽപ്പെട്ട ആളായിരുന്നു. ഡിസെൻറ്റ് മീൻസ് വംശ പരമ്പര. ജൂ ഡിസെൻറ്റിലുള്ള ആളായിരുന്നു. He received his education at Wilson College, Mumbai and Berber College, London. അയാൾ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്തു വിൽസൺ കോളേജ് മുംബൈയിൽ നിന്നും ബെർബർ കോളേജ് ലണ്ടനിൽ നിന്നും. ഹി വാസ് എ വിസിറ്റിംഗ് പ്രൊഫസർ അറ്റ് ദ യൂണിവേഴ്സിറ്റി ഓഫ് ലീഡ്സ് ഇൻ 1964. അയാൾ ലീഡ് യൂണിവേഴ്സിറ്റിയിലെ വിസിറ്റിംഗ് പ്രൊഫസറായിരുന്നു. ഹിസ് ഫസ്റ്റ് കളക്ഷൻ ഓഫ് പോയംസ് ദ ബാഡ് ഡേ വാസ് പബ്ലിഷ്ഡ് ഇൻ 1952. അയാളുടെ ഫസ്റ്റ് കളക്ഷൻ ഓഫ് പോയട്രി ദ ബാഡ് ഡേ, നോട്ട് ദി point, The Bad Day, was published in 1952. Besides many volumes of poetry, he has penned a few plays, short stories, articles, and reviews. He wrote a number of short stories, number of articles, number of reviews. He was a victim of Alzheimer's disease towards the end of his life. Ezekiel died on 9th January 2004. അയാൾക്ക് അൾഷിമേഴ്സ് ഡിസീസായിരുന്നു, മറവി രോഗമായിരുന്നു. അങ്ങനെ അയാൾ ജാനുവരി 9th 2004 അയാൾ മരിച്ചു. നിസീം എസക്കീൽ ആങ്കേർഡ് ഹിസ് പോയറ്റിക് കരിയർ ഇൻ മോഡേണിസ്റ്റ് പോയട്രി അഡോൺഡ് ഇൻ പിഡ്ജിൻ ഇംഗ്ലീഷ്. ഹി റോട്ട് ഹിസ് പോയംസ് ഇൻ എ കൂൾ സറ്ററിസ്റ്റിക് സ്റ്റൈൽ. നിസീം എസക്കീൽ ആങ്കേർഡ്, സ്റ്റാർട്ടഡ്, അയാൾ തറക്കല്ലിട്ടു, ഹിസ് പോയറ്റിക് കരിയർ ഇൻ മോഡേണിസ്റ്റ് പോയട്രി. ദാറ്റ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. മോഡേണിസ്റ്റ് പോയട്രിയിലാണ് അദ്ദേഹം അയാളെ കരിയർ തുടങ്ങിയത്. ഇൻ പിഡ്ജിൻ ഇംഗ്ലീഷ്. പിഡ്ജിൻ മിശ്ര ഭാഷയിൽ, ഇംഗ്ലീഷും ഇതും മിശ്രമായ രീതിയിൽ ഇംഗ്ലീഷ്, മിശ്ര ഭാഷ എന്നാണ് പിഡ്ജിൻ എന്ന് പറഞ്ഞാൽ. മിശ്ര ഭാഷ ഇംഗ്ലീഷും മലയാളം കൂടിയും കൂട്ടി. ആക്ച്വലി ഇംഗ്ലീഷ് പറയുന്ന സമയത്ത് നമ്മളെ മാതൃഭാഷ കൂടി വരുന്ന ഒരു സിറ്റുവേഷൻ. ഹി റോഡ് ഹിസ് പോയംസ് ഇൻ എ കൂൾ സറ്ററിസ്റ്റിക് സ്റ്റൈൽ. അദ്ദേഹത്തിൻ്റെ പോയംസ് കൂളായിട്ട്, ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള തീമൊന്നും ഇല്ലാതെ വളരെ സിമ്പിൾ പ്രസൻറ്റേഷനിൽ അയാളുടെ പോയംസ് പ്രസൻറ്റ് ചെയ്തു. സറ്ററിസ്റ്റിക് സ്റ്റൈൽ, ആക്ഷേപിച്ചുകൊണ്ടുള്ള കവിതകളാണ് അധികം എഴുതാറുള്ളത്. ഹി റിസീവ്ഡ് സാഹിത്യ അക്കാദമി അവാർഡ് ഇൻ 1983. അയാൾക്ക് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി 1983 ഫോർ ദ ബുക്ക് ലേറ്റർ ഡേസ് പോംസ്. ദിസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ലേറ്റർ ഡേസ് പോംസ്, അയാൾക്ക് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ ബുക്കാണ് ലേറ്റർ ഡേസ് പോംസ്. ഹി ഓൾസോ ഓണേർഡ് വിത്ത് പത്മശ്രീ ഇൻ 1988. പത്മശ്രീ അവാർഡും നേടിയ അയാൾ 1988. അപ്പോൾ കുറച്ച് പോയിൻ്റേ ഓർത്ത് വെക്കാനുള്ളൂ. മേജർ ഇന്ത്യൻ റൈറ്റർ ഇൻ ഇംഗ്ലീഷ്, ജൂയിഷ് ഡിസെൻറ്റ്, ഫസ്റ്റ് വർക്ക്. ഇത്രയാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. നിസീം എസക്കീൽ വാസ് എ ഇന്ത്യൻ റൈറ്റർ ഇൻ ഇംഗ്ലീഷ്, ബോൺ ഇൻ മുംബൈ. ഹിസ് ഫസ്റ്റ് കളക്ഷൻ ഓഫ് പോയം
was the bad day. After that, Nasim Ezekiel started his poetic career in modernist poetry. He got Sahitya Akademi Award in 1983 for the book Later Days Poems. Then he got Padma Shri in 1988. Okay. Written in free verse, Goodbye Party for Miss Pushpa T.S. is a satire, a hilarious poem on the ordinary Indian use of English, an English unnaturally affected by the interference of mother tongue. It satirizes the ideological features of English spoken by Gujarati speakers. The chief source of laughter in the poem springs from the use of faulty word order, un-English idioms and phrases, and faulty grammar, especially incorrect use of present progressive tense in place of simple present. നോക്കൂ, the poem written in free verse. Free verse means a poem written without a regular rhyme scheme. റൈം സ്കീമും മീറ്റർ ഒന്നും ഇല്ലാത്ത കവിതകളാണ്. ഇപ്പോൾ ABCD ആ ഒരു റൈം സ്കീം ഇല്ലേ, ഷേക്സ്പിയറിൻ്റെയും ഒക്കെ ഉള്ള ആ ഒരു റൈം സ്കീമൊന്നും ഇല്ല, അത് എഴുതിയ കവിതയാണെന്ത് ഫ്രീ വേഴ്സിൽ. ഓപ്പൺ ഫോം എന്നും കൂടെ അതിന് പറയാറുണ്ട്. ഫ്രീ വേഴ്സ് ഈക്വൽ ടു ഓപ്പൺ ഫോം. ഫ്രീ വേഴ്സും ഓപ്പൺ ഫോമും ഒരേ രീതിയിലാണ്. എ പോയം റിട്ടൺ വിത്തൗട്ട് എ റെഗുലർ മീറ്റർ ഓർ റൈം. ഗുഡ് ബൈ പാർട്ടി ഫോർ മിസ് പുഷ്പ T.S. ഈസ് എ സറ്റിയർ. ഇതൊരു ആക്ഷേപ കവിതയാണ്. എ ഹിലാരിയസ് പോയം, ഇതൊരു മീൻസ് ഒരു ഹ്യൂമറസ് പോയമാണ്. ഓൺ ദ ഓർഡിനറി ഇന്ത്യൻ യൂസ് ഓഫ് ഇംഗ്ലീഷ്. ഇന്ത്യൻ യൂസ് ഓഫ് ഇംഗ്ലീഷ് എന്താണ്, ഒരു ഹ്യൂമറസ് പോയമാണ്. ഏതിനെ സറ്റയറൈസ് ചെയ്തുകൊണ്ട്? ഇറ്റ് ഈസ് എ സറ്റയർ ഓൺ ഇന്ത്യൻ യൂസ് ഓഫ് ഇംഗ്ലീഷ്, എക്സ്പെഷ്യലി ഗുജറാത്തി. ഇന്ത്യക്കാർ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നതിനെ കളിയാക്കിക്കൊണ്ട് എഴുതുന്ന ഒരു ആക്ഷേപമായ ഒരു പോം ആണ് നമ്മുടെ ഗുഡ് ബൈ പാർട്ടി ഫോർ മിസ് പുഷ്പ T.S. ആൻഡ് ഇംഗ്ലീഷ് അൺനാച്ചുറലി അഫക്റ്റഡ് ബൈ ഇൻ്റർഫിയറൻസ് ഓഫ് മദർ ടങ്. മാതൃഭാഷയുടെ സ്വാധീനം മൂലം ഇന്ത്യൻ ഇംഗ്ലീഷിൽ ഇന്ത്യൻ ഇംഗ്ലീഷിൽ കാണപ്പെടുന്ന തെറ്റുകളെ ഒരു പരിഹാസ രീതിയിൽ ചിത്രീകരിക്കുകയാണ് നമ്മുടെ കവി ചെയ്യുന്നത്. മാതൃഭാഷ, നമ്മൾ ഇംഗ്ലീഷ് പറയുന്ന സമയത്ത് മാതൃഭാഷ നല്ലവണ്ണം നമ്മുടെ സംസാരത്തിലേക്ക് കയറി വരാണ്. ഇപ്പോൾ ഈ പോയത്തിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ 2-3 ദിവസം എന്ന് മലയാളത്തിൽ പറയാമല്ലേ, 2-3 ദിവസമായി അവൻ വന്നിട്ട്, ആ ഒരു രീതിയിൽ തന്നെ ഇംഗ്ലീഷും അങ്ങോട്ട് ഉപയോഗിക്കുക. ശരിക്കും ആക്ച്വലി അങ്ങനെ നാറ്റീവ് സ്പീക്കേഴ്സ് പറയൂല. 2 or 3 days എന്നാണ് ഇംഗ്ലീഷിലുള്ളൊരു പ്രയോഗം. എങ്ങനെയാണ്? 2 or 3 days. പക്ഷേ നമ്മൾ മലയാളം പറയുന്ന രീതിയിൽ അങ്ങോട്ട് ഇംഗ്ലീഷ് ഉപയോഗിക്കുക. അപ്പോൾ അതിൽ തെറ്റുകൾ ഉണ്ടാവാം, പക്ഷേ നമുക്കൊരിക്കലും അത് ഹ്യൂമറസ് ആയി തോന്നില്ല. ഒരു നാറ്റീവ് സ്പീക്കർ ഓഫ് ഇംഗ്ലീഷ് നാറ്റീവ് ഭാഷയായി സംസാരിക്കുന്നവർക്ക് അതിൽ തെറ്റുകളുണ്ടാവും. അപ്പോൾ നമ്മുടെ പോയത്തിൽ ഫസ്റ്റ് സ്റ്റാൻസയിൽ ഉണ്ട് ഇൻ 2-3 days എന്നുണ്ട്, 2-3 ദിവസം, അങ്ങനെ തന്നെ അങ്ങോട്ട് ഉപയോഗിച്ചതാണ്. അതാണ് ആ ഒരു രീതിയൊക്കെ കളിയാക്കിക്കൊണ്ടാണ് നമ്മുടെ എസെക്കിയേൽ ഈ കവിത എഴുതുന്നത്. നോക്കൂ, it satirizes the ideological features of English spoken by Gujarati speakers. The poem satirizes the ideological features. Ideological features means ശൈലീപരമായ സ്വഭാവങ്ങളെ, ഭാഷയുടെ ആ ശൈലിയെ ഓഫ് ഇംഗ്ലീഷ് സംസാരിക്കുന്ന സ്പോക്കൺ ബൈ ഗുജറാത്തി സ്പീക്കേഴ്സ്, എക്സ്പെഷ്യലി ഗുജറാത്തി സ്പീക്കേഴ്സിനെയാണ് ഇവിടെ പോയിട്ട് സറ്റിയറൈസ് ചെയ്യുന്നത്. ഇന്ത്യൻ ലാംഗ്വേജ് ഈസ് നോട്ട് ദി പോയിന്റ്. ഇന്ത്യൻ ലാംഗ്വേജ് ഈസ് satirized by Nasim Ezekiel, especially Gujarati language was satirized. അതാണ് കേട്ടോ, എക്സ്പെഷ്യലി ഗുജറാത്തി ലാംഗ്വേജ് വാസ് സറ്റിയറൈസ്ഡ്. ഗുജറാത്തികൾ ഇംഗ്ലീഷ് പറയുന്ന രീതിയെ ആ ഒരു ശൈലിയും കൂടിയാണ് ഇവിടെ എക്സ്പെഷ്യലി കളിയാക്കുന്നത്. ദ ചീഫ് സോഴ്സ് ഓഫ് ദ ലാഫ് ഇൻ ദ പോയം സ്പ്രിങ്സ്. ഒരു പ്രധാനപ്പെട്ട നമുക്ക് ചിരിക്കാനുള്ള ഒരു സോഴ്സ് ഈ പോയത്തിൽ സ്പ്രിങ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് ചിരി വരുന്നത് ഈ കവിത കേൾക്കുന്ന സമയത്ത്? നമുക്കൊരു പക്ഷേ ചിരി വരില്ലായിരിക്കും. നാറ്റീവ് സ്പീക്കേഴ്സിന് എന്തുകൊണ്ടാണ് ഇതിൽ തെറ്റുണ്ട് എന്ന് തോന്നാൻ കാരണം നോക്കൂ, ദ ഫാൾട്ടി വേർഡ് ഓർഡർ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുക. ഇപ്പോൾ ഫാൾട്ടി വേർഡ് ഓർഡറിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യു ആർ ഓൾ നോയിങ്. ശരിക്കും അങ്ങനെ ഇംഗ്ലീഷിലൊരു പ്രയോഗം ഇല്ല. ഓൾ ഓഫ് യു നോ എന്നുള്ളതിന് പകരം യു ഓർ ഓൾ നോയിങ്. നമുക്ക് പോയം വായിക്കുന്ന സമയത്ത് മനസ്സിലാവും എന്തൊക്കെയാണ് ഈ പോയറ്റ് നമ്മളിത് ഈ ഒരു പോയം ഹ്യൂമറസ് ആണ് അല്ലെങ്കിൽ ഇതൊരു സറ്റിയർ ആണെന്ന് പറയാനുള്ള കാരണം പോയം വായിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇംഗ്ലീഷ് ഇഡിയംസ്, തെറ്റായ ഇംഗ്ലീഷ് ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ഒക്കെ ഉപയോഗിക്കുക. ആൻഡ് ഫാൾട്ടി ഗ്രാമർ
ഗ്രാമർ തെറ്റായിട്ട് ഉപയോഗിക്കുക. അതിന് എക്സാമ്പിൾ ഇവിടെ തന്നെ പറയുന്നുണ്ട്. എക്സ്പെഷ്യലി ഇൻകറക്റ്റ് യൂസ് ഓഫ് പ്രസൻറ്റ് പ്രോഗ്രസീവ് ടെൻസ് ഇൻ ദ പ്ലേസ് ഓഫ് സിമ്പിൾ പ്രസൻറ്റ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കേണ്ട സ്ഥലത്ത് പ്രസൻറ്റ് പ്രോഗ്രസീവ് ടെൻസ്. പ്രസൻറ്റ് പ്രോഗ്രസീവ് മീൻസ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുക. ഷീ ഈസ് റൈറ്റിംഗ്, ചിൽഡ്രൻ ആർ സ്റ്റഡിയിങ്, ഇതൊക്കെയാണ് എന്ത് കണ്ടിന്യൂസ് ടെൻസ്. അതിന് അത് എപ്പോഴും ഇതിൽ ആ ഒരു ടെൻസ് തന്നെ ഉപയോഗിക്കുക. ആക്ച്വലി ഉപയോഗിക്കേണ്ടത് ഏത് ടെൻസാണ്? സിമ്പിൾ പ്രസൻറ്റ് ഷീ സ്മൈൽസ് എന്ന് പറയേണ്ടതിന് പകരം ഷീ സ്മൈലിംഗ് എന്നുള്ളൊരു യൂസേജ്. Then the humor in the poem is derived only when the poem is looked at from the perspective of standard or native speakers of English. നമുക്ക് ഈ ഒരു പോയത്തിൽ ഹ്യൂമർ ശരിക്ക് കാണണമെങ്കിൽ നമ്മൾ ഏത് പേഴ്സ്പെക്റ്റീവിൽ ഈ പോയം റീഡ് ചെയ്യണം? പേഴ്സ്പെക്റ്റീവ് മീൻസ് കാഴ്ചപ്പാട്. സ്റ്റാൻഡേർഡ് ഓർ നാറ്റീവ് സ്പീക്കേഴ്സ് ഓഫ് ഇംഗ്ലീഷിൻ്റെ കാഴ്ചപ്പാടിൽ കവിത വായിച്ചാൽ മാത്രമേ നമുക്ക് ഇതിൽ തെറ്റും തോന്നുള്ളൂ, ഇതിൽ നമുക്ക് ചിരിയും വരുള്ളൂ. ടു ആൻ ആവറേജ് ഇന്ത്യൻ സ്പീക്കർ ഓഫ് ഇംഗ്ലീഷ് ദ പോയം ഈസ് എ ഡാം സ്കിബ്. ഒരു ആവറേജ് ഇന്ത്യൻ ഇംഗ്ലീഷ് സ്പീക്കർക്ക് ഈ ഒരു പോയം ഒരു നിഷ്ഫല ശ്രമമാണ്. ഓക്കെ, ദ പോയം ഈസ് ഓൾസോ ആൻ എക്സലൻറ്റ് ക്ലാസ് റൂം എക്സർസൈസ് ഫോർ ആൻ ELT. ഈ ഒരു പോയം ഒരു ക്ലാസ് റൂം എക്സർസൈസ് ആണ്. എവിടെ? ELTൻ്റെ ഫുൾ ഫോം ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്ങിൻ്റെ ക്ലാസ് റൂമിൽ ഇതൊരു ക്ലാസ് റൂം എക്സർസൈസും കൂടിയാണ്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ടു ദി പോയം. Goodbye party for Miss Pushpa T.S. Friends, our dear sister is departing for foreign in 2-3 days and we are meeting today to wish her bon voyage. You are all knowing, friends, what sweetness is in Miss Pushpa. I don't mean only external sweetness but internal sweetness. Miss Pushpa is smiling and smiling even for no reason but simply because she is feeling. Okay, now let's explain the poem. Goodbye party for Miss Pushpa T.S. The title itself is a sarcasm. There is a irony in the title. Goodbye party for Miss Pushpa T.S. The title of the poem itself is a source of laughter because the phrase goodbye party is wrongly used instead of farewell party. ഒരിക്കലും ഇംഗ്ലീഷുകാർ ഒരിക്കലും എന്ത് പറയില്ല? ഗുഡ് ബൈ പാർട്ടി എന്ന് പറയില്ല. ആക്ച്വലി ഗുഡ് ബൈ പാർട്ടി അല്ല പറയാറുള്ളത്, ഫെയർവെൽ പാർട്ടി എന്നാണ്. നമ്മുടെ ഒരാളെ വിദേശത്തേക്ക്, ഇവിടെ ഇപ്പം നമ്മുടെ മിസ് പുഷ്പ ഇതൊരു ഫെയർവെൽ പാർട്ടി നടക്കുകയാണ്. ദിസ് ഈസ് ദ ഫെയർവെൽ പാർട്ടി ഓഫ് മിസ് പുഷ്പ അറേഞ്ച്ഡ് ബൈ ഹർ നിയർ ഡിയർ വൺസ്. Okay, this is the farewell party. This is the occasion of farewell party arranged by her near dear ones. അവളുടെ അടുത്ത ആളുകളൊക്കെ കൂടി അവൾക്കൊരു ഫെയർവെൽ പാർട്ടി. ഇവിടെ കണ്ടില്ലേ, നല്ല പിക്ചറിൽ കണ്ടോ, നല്ല ബലൂണൊക്കെ കെട്ടി അവളുടെ ഒരു ഫെയർവെൽ പാർട്ടി സെലിബ്രേറ്റ് ചെയ്യാണ്. അവൾക്ക് കൊടുക്കുകയാണ്. അവളുടെ ബാക്കിയുള്ളവർ റിലേറ്റീവ്സും കുടുംബക്കാരെല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു ഫെയർവെൽ പാർട്ടി കൊടുക്കുകയാണ്. ബട്ട് ഇവിടുത്തെ യൂസേജ് നോക്കൂ, ഇവിടെ ലാംഗ്വേജിൻ്റെ യൂസേജിന് ഇവിടെയും ഒരു മദർ ടങ്ങിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആണ് കാണുന്നത്. ഗുഡ് ബൈ പാർട്ടി ഫോർ മിസ് പുഷ്പ TS. ആക്ച്വലി നമ്മളെങ്ങനെ ഉപയോഗിക്കേണ്ടത്? ഫെയർവെൽ പാർട്ടി എന്ന് ഉപയോഗിക്കേണ്ടതിന് പകരം ഗുഡ് ബൈ പാർട്ടി എന്നാണ് ഉപയോഗിച്ചത്. അപ്പോൾ ദ പോയം ഇറ്റ് സെൽഫ് ഈസ് എ സോഴ്സ് ഓഫ് good laugher. The phrase goodbye party is wrongly used instead of farewell party. അതാണ് ടൈറ്റിലുള്ള ടെക്സ്റ്റ്. ഇത് എപ്പോഴും ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ. ദെൻ friends, our dear sister is departing for foreign in 2-3 days and we are meeting today to wish her bon voyage. Friends, ആ ഒരു മീറ്റിംഗ് തുടങ്ങുകയാണ്. ആ സമയത്ത് സ്പീക്കർ ഫസ്റ്റ് അഭിസംബോധന ചെയ്യാണ്. മിസ് പുഷ്പ ഉണ്ട്, പാർട്ടിയിലിരിക്കുന്നു, വേറെ പല ആളുകൾ ഇരിക്കുന്നുണ്ട്. നമ്മുടെ സ്പീക്കർ ഫസ്റ്റ് സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. ഫ്രണ്ട്സ്, അവർ ഡിയർ സിസ്റ്റർ മിസ് പുഷ്പ ഈസ് ഡിപ്പാർട്ടിങ് ഫോർ ഫോറിൻ. ഡിപ്പാർട്ടിങ് ഒരിക്കലും ഒരു ഇംഗ്ലീഷുകാരനും ഒരു നാറ്റീവ് സ്പീക്കറായ ഇംഗ്ലീഷുകാരനും ഒരിക്കലും ഡിപ്പാർട്ടിങ് എന്ന് ഉപയോഗിക്കാറില്ല. മരിച്ചു പോണേനാണ് ഡിപ്പാർട്ടഡ്. ഹീ ഈസ് ഡിപ്പാർട്ടഡ് അല്ലേ? നമ്മൾ ഡിപ്പാർട്ടഡ് എന്ന് ഉപയോഗിക്കൽ. ആ ഒരു ഡിപ്പാർട്ടഡിന് പകരം ശരിക്കും നമ്മൾ ലീവിങ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. ലീവിങ്.
അവർ ഡിയർ സിസ്റ്റർ ഈസ് ലീവിങ് ഫോർ ഫോറിൻ എന്നും ഇവിടെ ഉപയോഗിക്കാറില്ല. അബ്രോഡ്, വിദേശത്തേക്ക് പോകണേ നമ്മൾ എങ്ങനെ ഉപയോഗിക്കാറുള്ളത്? അബ്രോഡ് എന്നാണ് പറയുക. പക്ഷേ ഇവിടെ എല്ലാം നമ്മുടെ നസീം എസക്കീൽ ഇന്ത്യക്കാർ ഇംഗ്ലീഷ് ഉപയോഗിക്കുമ്പോൾ അവരുടെ മാതൃഭാഷ സ്വാധീനിച്ചുകൊണ്ട് തെറ്റുകളായിട്ട് ഉപയോഗിക്കുന്നതിനെയാണ് കളിയാക്കി പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഈസ് ലീവിങ് ഫോർ ഫോറിൻ ആക്ച്വലി എന്താണ് ഉപയോഗിക്കേണ്ടത്? അബ്രോഡ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. നാറ്റീവ് സ്പീക്കേഴ്സിന് ഇത് പെട്ടെന്ന് എന്ത് ചെയ്യും, ഇതിലെ തെറ്റുകൾ മനസ്സിലായിട്ട് ചിരി വരും. പക്ഷെ നമ്മൾക്ക് ഇതിൽ തെറ്റൊന്നും തോന്നിക്കൊള്ളണമെന്നില്ല. നമ്മുടെ മാതൃഭാഷ വളരെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളതാണ് എസക്കീൽ തന്നെ എസക്കീലിൻ്റെ നാട്ടുകാരെ കുറിച്ച് പറയുന്നത്. Friends, our dear sister is departing for foreign. Friends, our dear sister Miss Pushpa is leaving today for abroad. Abroad, വിദേശത്തേക്ക് പോവാൻ. In 2-3 days and we are meeting today. 2 ദിവസത്തിൻ്റെ ഉള്ളിൽ പോകുന്നാണ് പറയേണ്ടത്. പക്ഷേ 2-3 days എന്നാണ് പറയുന്നത്. ആക്ച്വലി എന്താ പറയേണ്ടത്? 2 or 3 days. 2 ദിവസത്തിൻ്റെ ഉള്ളിൽ പോകും. വി ആർ മീറ്റിംഗ് ടുഡേ, ഇന്ന് നമ്മൾ കൂടിയിരിക്കുന്നത് എന്തിനാണ്? ടു വിഷ് ഹർ ബോൺ വോയേജ്. ബോൺ വോയേജ് അണ്ടർലൈൻ ചെയ്യൂ. ബോൺ വോയേജ് നോക്കൂ, ഒരു ഫ്രഞ്ച് ടേമാണ്. ഹാപ്പി ജേർണി എന്നാണ്, ഒരു ശുഭയാത്ര ആശംസിക്കാൻ വേണ്ടിയിട്ട്. ബോൺ വോയേജ് മീൻസ് ഇറ്റ് ഈസ് എ ഫ്രഞ്ച് ടേം മീനിങ് ഹാപ്പി ജേർണി, അല്ലെങ്കിൽ ശുഭയാത്ര ആശംസിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് എന്തിനാണ്? നമ്മൾ മിസ് പുഷ്പക്ക് ഒരു ഫെയർവെൽ പാർട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, യു all knowing friends, what sweetness is in Miss Pushpa. I don't mean only external sweetness but internal sweetness. Miss Pushpa is smiling and smiling even for no reason but simply because she is feeling. നോക്കൂ, യു ആർ ഓൾ നോയിങ്, നമ്മൾ പറഞ്ഞല്ലോ ഫാൾട്ടി വേർഡ് ഓർഡറാണ് ഇന്ത്യക്കാർ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് ഉപയോഗിക്കാമെന്ന്. അതിനെയാണ് സറ്ററൈസ് എന്ന് സെക്കൻഡ് സ്റ്റാൻസയിൽ. യു ആർ ഓൾ നോയിങ് ശരിക്ക് എങ്ങനെ ഉപയോഗിച്ചാൽ മതി? ഓൾ ഓഫ് യു നോ എന്ന് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ തന്നെ കാര്യം മനസ്സിലാവും. ഇവിടെ യു ആർ ഓൾ നോയിങ് എന്നുള്ളൊരു പ്രയോഗമുണ്ട്. എന്താണ്? പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കേണ്ട സ്ഥലത്തൊക്കെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. യു ആർ ഓൾ നോയിങ് ഫ്രണ്ട്സ്, വാട്ട് സ്വീറ്റ്നെസ് ഈസ് ഇൻ മിസ് പുഷ്പ. വാട്ട് സ്വീറ്റ്നെസ്, ഹൗ സ്വീറ്റ് ഷീ ഈസ് എന്നാ പറയേണ്ടത്. എത്ര സ്വീറ്റാണ് മിസ് പുഷ്പ, നല്ലവനാണ് എന്ന് പറയാണ്. നിങ്ങൾക്കൊക്കെ അറിയാം നമ്മുടെ മിസ് പുഷ്പ എന്താണ്, വളരെ നല്ല കുട്ടിയാണ്. ഐ ഡോണ്ട് മീൻ ഓൺലി എക്സ്റ്റേണൽ സ്വീറ്റ്നെസ്, ഞാൻ ഉദ്ദേശിച്ചത് എന്തല്ല, എക്സ്റ്റേണൽ സ്വീറ്റ്നെസ് മാത്രമല്ല. ശരിക്കും സ്വീറ്റ്നെസ് എന്നുള്ളൊരു വേർഡല്ല അവിടെ ആപ്റ്റ്, എക്സ്റ്റേണൽ ബ്യൂട്ടി അല്ലേ. ഞാൻ ഉദ്ദേശിച്ചത് അവളുടെ പുറമുള്ള ബ്യൂട്ടി മാത്രമല്ല ബട്ട് ഇൻറ്റേർണൽ സ്വീറ്റ്നെസ്, അവളുടെ സ്വഭാവം നല്ലതാണെന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. മനസ്സിലായോ? ഷീസ് ആക്ച്വലി ദ ഓദർ മെൻറ്റ് ഷീ ഈസ് വെരി സ്വീറ്റ് പേഴ്സണാലിറ്റി. ഷീ ഓൾവേസ് സ്മൈൽസ് ഫോർ നോ റീസൺ. ഓക്കെ, മിസ് പുഷ്പ ഈസ് സ്മൈലിംഗ് ആൻഡ് സ്മൈലിംഗ്. അങ്ങനെ പറയേണ്ട ഒരാവശ്യമില്ല. അവൾ ചിരിക്കന്നെ എന്ന് പറഞ്ഞാൽ ശരിയാവുമല്ലോ, ഒരിക്കലുമില്ല. മിസ് പുഷ്പ കീപ് സ്മൈൽസ്, അവൾ എപ്പോഴും ഒരു ചിരി. നമ്മൾ പറയല്ലേ ചില ആളുകളെ കുറിച്ചിട്ട് എപ്പോഴും ഒരു പുഞ്ചിരിയാ മുഖത്ത്. അതാണ് ആക്ച്വലി ഇയാൾക്ക് പറയേണ്ടത്. പക്ഷെ എങ്ങനെയാണ് ഉപയോഗിച്ചത്? മിസ് പുഷ്പ ഈസ് smiling and smiling. Actually we can use Miss Pushpa keep smiles. Okay, എഴുതി വെക്കണേ. Miss Pushpa keep smiles. നോക്കൂ, അപ്പോൾ ആ ഒരു ലൈൻ വരെ. ഈവൻ ഫോർ നോ റീസൺ, ഒരു കാരണമില്ലാതെ അവൾ എന്ത് ചെയ്യും? അവൾ ചിരിക്കും. ബട്ട് സിംപ്ലി ബിക്കോസ് ഷീ ഈസ് ഫീലിംഗ് ഉണ്ടോ, ഇവിടെ ഉപയോഗിച്ച് പ്രസൻറ്റ് പ്രോഗ്രസീവ് ടെൻസ് ഉപയോഗിച്ചു. ശരിക്കും എന്താണ്? ഷീ വാണ്ട്സ് ടു, അവൾ എപ്പോഴാണോ അവൾക്ക് ചിരിക്കാൻ തോന്നുന്നത് അപ്പോഴൊക്കെ അവൾ എന്ത് ചെയ്യും? ചിരിക്കുക. മിസ് പുഷ്പ ഈസ് സ്മൈൽ, മിസ് പുഷ്പ കീപ് സ്മൈൽസ് ഈവൻ ഫോർ നോ റീസൺ. ഷീ ഓൾവേസ് സ്മൈൽസ് ഇഫ് ദർ ഈസ് നോ റീസൺ. പ്രത്യേക കാരണമൊന്നും വേണ്ട, അവളുടെ മുഖത്തൊരു പുഞ്ചിരിയാണ്. ബട്ട് സിംപ്ലി ബിക്കോസ്
ബിക്കോസ് ഷീ ഈസ് ഫീൽ. എന്തിനാണ് ചിരിക്കുന്നത്? അവൾക്ക് എപ്പോഴാണോ അവൾക്ക് ഫീൽ ചെയ്യാണ്, ചിരിക്കണം എന്ന് ഫീൽ ചെയ്താൽ അവൾ ചിരിക്കും എന്നാണ് പറയുന്നത്. ഷീ സ്മൈൽസ് ബിക്കോസ് ഷീ ഫീൽസ് ടു സ്മൈൽ. മനസ്സിലായോ? നോക്കൂ, ഷീ ഈസ് വെരി സ്വീറ്റ് പേഴ്സണൽ. ഫസ്റ്റ് ഈ ഒരു ലൈനാണ്. യു ആർ ഓൾ നോയിങ് ഫ്രണ്ട്സ് വാട്ട് സ്വീറ്റ്നെസ് ഈസ് ഇൻ മിസ് പുഷ്പ. ഷീ all of you know dears, she is a very sweet personality. Okay, I don't mean only her external sweetness but her internal. ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട് അതൊക്കെ പറയുന്നത്? ഷീ ഈസ് എ വെരി സ്വീറ്റ് പേഴ്സണാലിറ്റി, ഷീ ഈസ് വെരി ഗുഡ് പേഴ്സണാലിറ്റി, ഷീ ഓൾവേസ് കീപ് സ്മൈൽസ് ഫോർ നോ റീസൺ. അവളെ മുഖത്തെപ്പോഴും പുഞ്ചിരിയാണ്. സോ ഷീ സ്മൈൽസ് ബിക്കോസ് ഷീ ഫീൽസ് ടു സ്മൈൽ. എപ്പോഴാണ് അവൾക്ക് ചിരിക്കണം തോന്നുന്നത് അപ്പോഴൊക്കെ എന്ത് ചെയ്യും? അവൾ ചിരിക്കും. She always smiles if there is no reason. Whenever she wants to laugh, she smiles. Okay. മിസ്, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു സ്റ്റാൻസയിൽ. ദെൻ വി മൂവ് ടു ദി നെക്സ്റ്റ് സ്റ്റാൻസ. Miss Pushpa is coming from very high family. Her father was renowned advocate in Bulsar or Surat. I am not remembering now which place. Surat? Ah yes, once only I stayed in Surat with family members of my uncle's very old friend. His wife was cooking nicely. That was long time ago. ഓക്കെ, മിസ് പുഷ്പ ഈസ് കമ്മിങ് ഫ്രം എ വെരി ഹൈ ഫാമിലി. ഇനി മിസ് പുഷ്പയെ പറ്റി നമ്മുടെ സ്പീക്കർ വിശദീകരിക്കുകയാണ്. മിസ് പുഷ്പ ഈസ് കമ്മിങ്, ഇതൊക്കെ മദർ ടങ്ങിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ധാരാളമായിട്ട് കാണുന്നു എന്നുള്ളതിന് വളരെ ഒരു വലിയ തെളിവ് തന്നെയാണ്. മിസ് പുഷ്പ ഈസ് കമ്മിങ്, മിസ് പുഷ്പ വരുന്നത് ഫ്രം എ വെരി ഹൈ ഫാമിലി, വലിയൊരു ഫാമിലിയിൽ നിന്നാണ് അവൾ വരുന്നത്. ആക്ച്വലി എങ്ങനെ പറയേണ്ടത്? മിസ് പുഷ്പ ബിലോങ്സ് ടു എ വെരി ഹൈ ഫാമിലി. അവൾ വലിയൊരു ഫാമിലിയിലുള്ള മെമ്പറാണെന്ന് പറയാൻ വേണ്ടി belongs to മതി. മിസ് പുഷ്പ ഈസ് കമ്മിങ് ഫ്രം വെരി ഹൈ ഫാമിലി. ഹർ ഫാദർ വാസ് renowned advocate in Bulsar or Surat. I am not remembering now which place. സൂറത്ത്. ഇയാൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ സ്പീക്കർക്ക് ഒരിക്കലും സംശയ നിവാരണം ചെയ്യാൻ പാടില്ല സ്റ്റേജിൽ നിന്ന്. അപ്പോൾ ആ ഒരു സംഭവമാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ മിസ് പുഷ്പ വളരെ ഉയർന്നൊരു തറവാട്ടിൽ നിന്നാണ് വരുന്നത് എന്ന് നമ്മുടെ സ്പീക്കർ പറയാണ്. അതിനുശേഷം അവളുടെ പിതാവ് പ്രശസ്തനായ ഒരു വക്കീലാണ്, ഒരു അഡ്വക്കേറ്റ് ആണെന്നും അയാൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് തൊഴിലിനും കുടുംബമഹിമക്കും ഇന്ത്യക്കാർ വളരെ സ്വാധീനം നൽകുന്നുണ്ട് അല്ലേ. തൊഴിൽ, ജോലിക്കും പിന്നെ കുടുംബമഹിമക്കും, തറവാടിത്തത്തിന് നമ്മളൊരിക്കലും ആ ഒരു ഇത് നമ്മളൊരിക്കലും വിട്ടുകൊടുക്കില്ല. ആ ഒരു രണ്ട് സംഭവത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. പക്ഷേ അമിതമായ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇതിനും കവി ഇവിടെ കളിയാക്കാണ്. പിന്നെ അവളുടെ പിതാവ് ബൾസാറിലാണോ അതോ സൂറത്തിലാണോ വക്കീലായി പ്രാക്ടീസ് ചെയ്യുന്നത് എന്നുള്ളത് ആർക്കും ഓർമ്മല്ല, നമ്മുടെ സ്പീക്കർക്ക് ഓർമ്മല്ല. പക്ഷേ കൃത്യമായി അറിയാത്ത ഒരു കാര്യം പൊതുവേദിയിൽ നമ്മൾ പരാമർശിക്കരുത്. പിന്നെ നമ്മൾ സംശയ നിവാരണം നടത്തുന്നതും ഒരിക്കലും സ്റ്റേജിൽ നിന്നാവാനും പാടില്ല. ഇയാൾ ആക്ച്വലി ഇവിടെ നിന്നാണ് സംശയ നിവാരണം നടത്തുന്നത്, നമുക്ക് കാണാൻ പറ്റും. ഹർ ഫാദർ വാസ് ഫസ്റ്റ് പറഞ്ഞു മിസ് പുഷ്പ ഈസ് കമ്മിങ് ഫ്രം വെരി ഹൈ ഫാമിലി. മിസ് പുഷ്പ ബിലോങ്സ് ടു a high family. Her father was renowned advocate. അവളുടെ ഫാദർ renowned advocate ആണ്, ഫേമസ് ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് ആണ്. ഇൻ ബൾസാർ ഓർ സൂറത്ത്. പക്ഷേ ഐ ആം നോട്ട് റിമെമ്പറിങ് നൗ വിച്ച് പ്ലേസ്. സൂറത്ത്. എന്നിട്ട് ചോദിക്കുകയാണ് സ്റ്റേജിൽ വന്ന്, എവിടെയായിരുന്നു എനിക്ക് ഓർമ്മല്ല, സൂറത്തിലായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യാണ്, ആ ഒരു ഇന്ത്യൻ രീതിയുടെ ഒരു കാട് കയറി പോവലാണ് നെക്സ്റ്റ് സ്റ്റാൻസയിൽ കാണുന്നത്. യെസ്, വൺസ് ഓൺലി ഐ സ്റ്റേഡ് ഇൻ സൂറത്ത് വിത്ത് ഫാമിലി മെമ്പേഴ്സ് ഓഫ് മൈ അങ്കിൾസ് വെരി ഓൾഡ് ഫ്രണ്ട്. ഹിസ് വൈഫ് വാസ് കുക്കിംഗ് നൈസ്ലി. ദാറ്റ് വാസ് ലോങ് ടൈം എഗോ. പിന്നെ അയാൾ സൂറത്തിൽ കുറേ കാലം മുമ്പ് താമസിച്ച ഒരു സംഭവം അങ്ങോട്ട് പറയാൻ തുടങ്ങി സ്റ്റേജിൽ നിന്നിട്ട്. നോക്കൂ, ബൾസറിലാണോ സൂറത്തിലാണോ ഞാൻ ഓർക്കണില്ല. അതന്നെ ഒരു പ്രശ്നമാണ്. സ്പീക്കറിന് ഒരിക്കലും എന്തുണ്ടാകാൻ പാടില്ല, സംശയ നിവാരണം സ്റ്റേജിൽ നടത്താൻ പാടില്ല. ദെൻ സൂറത്തിൽ, പിന്നെ അയാൾ സൂറത്തിൽ പോയപ്പോൾ ഉണ്ടായ സംഭവമാണ് പറയുന്നത്. യെസ്, വൺസ് ഓൺലി ഐ സ്റ്റേഡ് ഇൻ. കുറേ കൊല്ലം മുമ്പ് ഞാൻ സൂറത്തിലൊരു മുമ്പ് താമസിച്ചിരുന്നു വിത്ത് ഫാമിലി
ഫാമിലി മെമ്പേഴ്സ്, എൻ്റെ ഫാമിലിയുടെ കൂടെ, ഓഫ് മൈ അങ്കിൾസ് വെരി ഓൾഡ് ഫ്രണ്ട്, എൻ്റെ അങ്കിളിൻ്റെ ഒരു പഴയ സുഹൃത്തിൻ്റെ അടുത്ത്. ഹിസ് വൈഫ് വാസ് കുക്കിംഗ് നൈസ്ലി. അയാളുടെ വൈഫില്ലേ, ഓൾഡ് ഫ്രണ്ടിൻ്റെ ആ വൈഫ് നല്ലവണ്ണം കുക്ക് ഉണ്ടോ. അവിടെയോ എന്താണ് ടെൻസ്, ഇൻകറക്റ്റ് ടെൻസാണ് ഉപയോഗിച്ചത്. ഹിസ് വൈഫ് വാസ് കുക്കിംഗ് നൈസ്ലി. ഷീ കുക്സ് വെൽ എന്ന് പറഞ്ഞാൽ മതി ശരിക്കും. അതിന് പകരം കുക്കിംഗ് നൈസ്ലി. ദാറ്റ് വാസ് ലോങ് ടൈം എഗോ. വളരെ കൊല്ലം മുമ്പാണ് കേട്ടോ അത്. ഇതൊക്കെ ഒരു കാട് കയറി പോവലാണ് കാണിക്കുന്നത് അല്ലേ. അപ്പോൾ വിഷയത്തിൽ നിന്നും തെന്നി മാറിയിട്ട്, വിഷയത്തിൽ നിന്നും ഡീവിയേറ്റ് ചെയ്തിട്ട് കാട് കയറി അങ്ങോട്ട് സംസാരിക്കുന്ന ആ ഒരു പ്രകൃതിയെ, ആ ഒരു ഇന്ത്യക്കാരൻ്റെ പ്രകൃതിയെയും നസീം എസക്കീൽ പരിഹസിച്ചു കൊണ്ടാണ് ഈ ഒരു ലൈനിൽ. ഇവിടെ ഞാനൊരു കാര്യം വിട്ടുപോയത്, ഐ ആം നോട്ട് റിമെമ്പറിങ് അങ്ങനെ പറയാറില്ല. ഐ ഡോണ്ട് റിമെമ്പർ എന്നേ അവിടെ ആവശ്യമുള്ളൂ. ഐ ആം നോട്ട് റിമെമ്പറിങ്. എല്ലായിടത്തും ഫോൾട്ടി യൂസ് ഓഫ് പ്രസൻറ്റ് പ്രോഗ്രസീവ് ടെൻസ് ആണ് നമുക്ക് ആ ഒരു പോയം ഉടനീളം കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. മിസ് പുഷ്പ ബിലോങ്സ് ടു എ ഹൈ ക്ലാസ് ഫാമിലി. ഹർ ഫാദർ വാസ് എ റിനൗണ്ട് അഡ്വക്കേറ്റ്. ഹി ഡസ് നോട്ട് നോ വേർ ഹി ഈസ് വർക്കിംഗ്, ബൾസാർ ഓർ സൂറത്ത്. യെസ്, വൺസ് ഓൺലി ഐ സ്റ്റേഡ് ഇൻ സൂറത്ത് വിത്ത് ഫാമിലി മെമ്പേഴ്സ് ഓഫ് മൈ അങ്കിൾസ് very old friend. His wife was cooking nicely. That was long time ago. Okay, once he said one of his relatives' house, his wife was a very good cook. Okay, then coming back to Miss Pushpa, she is most popular lady with men also and ladies also. Whenever I asked her to do anything, she was just saying, just now only I will do it. That is showing good spirit. I am always appreciating the good spirit. Pushpa Miss is never saying no. Whatever I or anybody is asking, she is always saying yes. And today she is going to improve her prospects and we are wishing her bon voyage. Now I ask other speakers to speak and afterwards Miss Pushpa will do the summing up. നോക്കൂ, കമ്മിങ് ബാക്ക് ടു മിസ് പുഷ്പ. അങ്ങനെ കാട് കയറി പോയി അയാൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിലുള്ള ആ ഒരു ഡീവിയേറ്റ് ചെയ്ത് പോയിട്ട് വീണ്ടും തിരിച്ച് മിസ് പുഷ്പയിലേക്ക് തന്നെ വരികയാണ്. കമ്മിങ് ബാക്ക് ടു മിസ് പുഷ്പ, ഷീ ഈസ് മോസ്റ്റ് പോപ്പുലർ ലേഡി. ഷീ ഈസ് പോപ്പുലർ എമംഗ് മെൻ ആൻഡ് വിമൻ. അതാണ് കമ്മിങ് ബാക്ക് ടു മിസ് പുഷ്പ. പിന്നെ അവളെക്കുറിച്ച് പറയാണ്, ഷീ ഈസ് മോസ്റ്റ് പോപ്പുലർ ലേഡി വിത്ത് മെൻ ഓൾസോ ആൻഡ് ലേഡീസ് ഓൾസോ. കണ്ടോ, 2 പ്രാവശ്യം ഓൾസോ ഉപയോഗിക്കുകയാണ്. ശരിക്കും എങ്ങനെ പറഞ്ഞാൽ മതി, ഷീ ഈസ് പോപ്പുലർ എമംഗ് മെൻ ആസ് വെൽ ആസ് വിമൻ. ഷീ ഈസ് പോപ്പുലർ എമംഗ് മെൻ ആസ് വെൽ ആസ് വിമൻ. പിന്നെ വാട്ട് ഐ ആസ്ക്ഡ് ഹർ ടു ഡു എനിത്തിങ് ഷീ വാസ് സെയിങ് ജസ്റ്റ് നൗ ഓൺലി. എന്ത് നമ്മളോട് പറഞ്ഞാലും ഷീ ഈസ് റെഡി ടു ഡു എനി ഡ്യൂട്ടീസ് അറ്റ് എനി ടൈം. വാട്ട് ഐ ആസ്ക്ഡ് ഹർ ടു ഡു എനിത്തിങ് ഷീ വാസ് സെയിങ് ജസ്റ്റ് നൗ ഓൺലി ഐ വിൽ ഡു ഇറ്റ്. അപ്പോൾ ജസ്റ്റ് നൗ ഓൺലി, ആ ഒരു ജസ്റ്റ് നൗ അതിലൊക്കെ എന്തോ ഒരു രസമില്ലായ്മ നമുക്ക് ഫീൽ ചെയ്യണില്ലേ. ഐ വിൽ ഡു ഇറ്റ് റൈറ്റ് നൗ. എന്ത് കാര്യം, വെന്നെവർ ഐ ആസ്ക്ഡ് ഹർ ടു ഡു എന്ത് അവളോട് ചെയ്യാൻ പറഞ്ഞാലും ഷീ ഈസ് സെയിങ്, അവൾ എന്ത് ചെയ്യും, അവൾ പറയും ജസ്റ്റ് നൗ ഓൺലി. ഐ വിൽ ഡു ഇറ്റ് റൈറ്റ് നൗ എന്ന് പറഞ്ഞാൽ മതി ശരിക്കും. ഐ വിൽ ഡു ഇറ്റ് റൈറ്റ് നൗ. അതിന് പറയും ജസ്റ്റ് നൗ ഓൺലി ഐ വിൽ ഡു ഇറ്റ്. അത് എത്ര മതി, ജസ്റ്റ് നൗ ഓൺലി ഐ വിൽ ഡു ഇറ്റ് എന്ന് വേണ്ട, ഐ വിൽ ഡു ഇറ്റ് റൈറ്റ് നൗ. ഞാനിപ്പോൾ ചെയ്തോളാം നമ്മൾ പറയും. ദാറ്റ് ഈസ് ഷോയിങ് ഗുഡ് സ്പിരിറ്റ്. അത് അവളുടെ ഗുഡ് സ്പിരിറ്റാണ് കാണിക്കുന്നത്. ഐ ആം ഓൾവേസ് അപ്രീഷിയേറ്റിംഗ് ദ ഗുഡ് സ്പിരിറ്റ്. അപ്പോൾ ആ ഒരു ലൈനുകളിൽ എന്തൊക്കെയാണ് പറയുന്നത് നോക്കൂ. ഷീ ഈസ് റെഡി ടു ഡു എനി ഡ്യൂട്ടീസ് ഓർ എനി വർക്ക് അറ്റ് എനി ടൈം. ഇറ്റ് ഷോസ് ഹർ ഗുഡ് സ്പിരിറ്റ്. ഷീ ഈസ് എ ഗുഡ് സ്പിരിറ്റഡ് ഗേൾ. ഓക്കെ, ഷീ ഈസ് വെരി എനർജറ്റിക് ആൻഡ് റെഡി ടു ഡു വർക്ക് വിത്ത് പ്ലഷർ. വളരെ സന്തോഷത്തോടെ വർക്ക് ചെയ്യാൻ അവൾ തയ്യാറാണ്. അപ്പോൾ സ്പിരിറ്റ് എന്ന് ഉദ്ദേശിച്ചത് എനർജിയോട് കൂടി അവൾ എന്ത് പണി കൊടുത്താലും ആക്സെപ്റ്റ് ചെയ്യും. ഷീ ഈസ് വെരി എനർജറ്റിക് ആൻഡ് റെഡി ടു ഡു എനി വർക്ക് വിത്ത് പ്ലഷർ. വളരെ സന്തോഷത്തോടെ എന്ത് ജോബ് ചെയ്യാനും അവൾ എന്താണ്, റെഡിയാണ്. ഓക്കെ, പുഷ്പ മിസ്
is never saying no. Whatever I or anybody is asking, she is always saying yes. And today she is going to improve her prospects. And we are wishing her bon voyage. പുഷ്പ മിസ് ഈസ് നെവർ സെയിങ് നോ. അവിടെ എന്തോ ഒരു പ്രശ്നങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ ശരിക്കും? പുഷ്പ മിസ്, നിങ്ങൾ ശരിക്കും അസ്ന മിസ്, അഷൂറ മിസ് എന്നൊക്കെയാണ് പറയുക. പക്ഷേ ഇവിടെ പുഷ്പ മിസ് എന്ന് ശരിക്കും ഒരിക്കലും ഒരു ഇംഗ്ലീഷുകാരും അങ്ങനെ ഉപയോഗിക്കാറില്ല. മിസ് പുഷ്പ എന്നേ ഉപയോഗിക്കാറുള്ളൂ. അത് നോട്ട് ചെയ്യണം. ആ ഒരു പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പുഷ്പ മിസ്, ഒരിക്കലും ഇംഗ്ലീഷ് നാറ്റീവ് സ്പീക്കേഴ്സ് ഒരിക്കലും പുഷ്പ മിസ് എന്ന് പ്രയോഗിക്കാറില്ല. അപ്പോൾ പുഷ്പ മിസ് ഈസ് നെവർ സെയിങ് നോ. ഒരിക്കലും മിസ് പുഷ്പ നോ പറയാറില്ല ആരോടും. ആരെന്ത് കാര്യം പറഞ്ഞാലും ഷീ ഈസ് റെഡി ടു ഡു എനി വർക്ക് അറ്റ് എനി ടൈം. അങ്ങനെയാണ്. നെവർ സെയിങ് നോ, ഷീ നെവർ സെയ്സ് നോ. വാട്ട് എവർ ഐ ഓർ എനിബഡി ഈസ് ആസ്കിങ്, ഞാനല്ല ആരെന്ത് പണി പറഞ്ഞാലും ഷീ ഈസ് ഓൾവേസ് സെയിങ് യെസ്. അവൾ എപ്പോഴും എന്താണ്? ഷീ ഈസ് റെഡി ടു ഡു എനി വർക്ക് അറ്റ് എനി ടൈം. ആൻഡ് ടുഡേ ഷീ ഈസ് ഗോയിങ്, ഇന്ന് അവൾ പോവാണ്. ദിസ് ഈസ് ഹർ ഫെയർവെൽ പാർട്ടി. ദിസ് ഈസ് ദ ഫെയർവെൽ പാർട്ടി കണ്ടക്റ്റഡ് ബൈ ഹർ നിയർ ഡിയർ വൺസ്. എവിടേക്കാണ് അവൾ പോകുന്നത്? ഇതൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ. ടു ഇംപ്രൂവ് ഹർ പ്രോസ്പെക്ട്സ്. അവൾ ടീച്ചറാണ്. അപ്പോൾ അവളുടെ ഒന്നും കൂടി ചാൻസ് ഓഫ് സക്സസ്, അവളുടെ ഒരു ചാൻസ് ഓഫ് സക്സസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ടു ഇൻക്രീസ് ഹർ പൊട്ടൻഷ്യൽ. ഓക്കെ, ഷീ ഈസ് ഗോയിങ് ടു ഇംപ്രൂവ് or to increase her potential. She is going to abroad for increasing her പൊട്ടൻഷ്യൽ. അതിന് വേണ്ടിയിട്ടാണ് അവൾ പോകുന്നത്. അവളുടെ ഒരു ഒന്നും കൂടി നല്ല ജോബിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവളുടെ ഒരു കരിയറിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് അവൾ പോകുന്നത്. ടു ഇംപ്രൂവ് ഹർ പ്രോസ്പെക്ട്സ്. ആൻഡ് വി ആർ വിഷിങ് ഹർ ബോൺ വോയേജ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അവൾക്ക് വിഷ് കൊടുക്കണം. ബോൺ വോയേജ് ഈസ് എ ഫ്രഞ്ച് ടേം മീനിങ് ഹാപ്പി ജേർണി. അവളെ വിഷ് ചെയ്യാണ്, അവളുടെ യാത്രക്ക് വിഷ് ചെയ്യാണ് നമ്മളിപ്പോൾ. നോ ഐ ആസ്ക് അതർ സ്പീക്കേഴ്സ് ടു സ്പീക്ക് ആൻഡ് ആഫ്റ്റർ വാർഡ്സ് മിസ് പുഷ്പ വിൽ ഡു ദ സമ്മിങ് അപ്പ്. പിന്നെ ബാക്കി അവിടെ വേറെ കുറേ പേര് കൂടിയിട്ടുണ്ട്. ഇത് ശരിക്കും ഈ ഒരു പിക്ചറിൽ കാണുന്നത് മിസ് പുഷ്പൻ്റെ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയാണ് കേട്ടോ. നോ ഐ ആസ്ക് അതർ സ്പീക്കേഴ്സ് ടു സ്പീക്ക്. പിന്നെ അയാൾ ഞാനിപ്പോൾ ഒരു പ്രസംഗത്തിൽ സ്പീക്കർ പറയാണ്, അഭിസംബോധന ചെയ്യാണ്, ഇനി ഞാൻ ബാക്കിയുള്ളവരൊക്കെ സംസാരിക്കട്ടെ, അതിനുശേഷം മിസ് പുഷ്പ വിൽ ഡു ദ സമ്മിങ് അപ്പ്. ആരെങ്കിലും യാത്രയപ്പ് കൊടുക്കുന്ന ആളോട് കൺക്ലൂഷൻ ചെയ്യിക്കാറുണ്ടോ? അത് ശരിയാണോ? അപ്പോൾ അതുകൊണ്ട് ദീസ് ലൈൻസ് ആർ നോട്ട് സ്യൂട്ടബിൾ ഫോർ കൺക്ലൂഷൻ അല്ലേ. ആ ഒരു കൺക്ലൂഡിങ് ലൈൻ ഇവിടെ അതൊരു ആപ്റ്റ് അല്ല. സ്പീക്കർ ശരിക്കും ഒരിക്കലും എന്ത് ചെയ്യരുത്? മിസ് പുഷ്പ ആവരുത് അവിടെ സമ്മപ്പ് നടത്തേണ്ടത്. വേറെ ആരെങ്കിലും അവൾക്ക് ഫെലിസിറ്റേഷൻ സമയത്ത് അവൾക്ക് അവസരം കൊടുക്കണം അല്ലേ, അല്ലെങ്കിൽ അവളെയാണ് നമ്മൾ അതിഥി. അപ്പോൾ ആ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ അതിഥിക്ക് സംസാരിക്കാനുള്ള ടൈം വേറെ തന്നെ കൊടുക്കണം. അല്ലാതെ മിസ് പുഷ്പ സമ്മപ്പ് ചെയ്തിട്ട് ആ ഒരു പാർട്ടി അവിടെ അവസാനിക്കണ ഒരിക്കലും ഒരു ശരിയായ രീതിയല്ല. അതാണ് അവിടെ ഉദ്ദേശിച്ചത് കേട്ടോ. So we understood that it is a satire on English language used by Indians. Indian language is satirized by Ezekiel, especially Gujarati language. The title itself is a sarcasm against some Indian usage of English. ഈ നോട്ടിൽ ശരിക്കും എഴുതി വെക്കണം. Indian language is satirized by Nazim Ezekiel, especially Gujarati language is satirized. Okay, the title itself is a sarcasm against some Indian usage of English. ടൈറ്റിലിൽ തന്നെ ഒരു ആക്ഷേപമുണ്ട്. എന്തിന്? എഗെയിൻസ്റ്റ് ഇന്ത്യൻ യൂസേജ് ഓഫ് ഇംഗ്ലീഷ്. ഇന്ത്യക്കാർ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന സമയത്ത് മദർ ടങ്ങിൻ്റെ ഇൻഫ്ലുവൻസോട് കൂടി തെറ്റായ രീതിയിൽ വരുന്നതിനെ കുറിച്ച് കളിയാക്കിക്കൊണ്ട്. ദ ടൈറ്റിൽ ഇറ്റ് സെൽഫ് ഈസ് എ സർക്കാസം എഗെയിൻസ്റ്റ് സം ഇന്ത്യൻ യൂസേജ് ഓഫ് ഇംഗ്ലീഷ്. ഇവിടെ ഗുഡ് ബൈ പാർട്ടി എന്നാണ് ഉപയോഗിച്ചത്, ഫെയർവെൽ പാർട്ടി എന്ന് ഉപയോഗിക്കേണ്ടതിന് പകരം. ഓക്കെ, ദ പോയം റിട്ടൺ ഇൻ ഫ്രീ വേഴ്സ്. ദ പോയം ഈസ് ആൻ എക്സലൻറ്റ് എക്സാമ്പിൾ ഫോർ ഇംഗ്ലീഷ് ലാംഗ്വേജ് ക്ലാസ് റൂം. ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്ങിന് ഏറ്റവും വെരി ഗുഡ് ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് നമ്മുടെ ഈ ഒരു പോയം. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. താങ്ക് യു.